2012 ഡിസംബർ 16-ന് 23 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തിനൊപ്പം ഡൽഹിയിലെ ഒരു നഗരത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബസ്സിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ അവളും ആ സുഹൃത്തും ഒഴികെ 6 പേരുണ്ടായിരുന്നു. ആ രാത്രി ശരിക്കും ലോകത്തെ മാറ്റിമറിച്ച ഒരു രാത്രിയാണ്. നിർഭയ കൊലക്കേസിൻ്റെ ആദ്യ ദിനങ്ങൾ ആരംഭിച്ചത് ഇങ്ങനെയാണ്. ജ്യോതി സിംഗ് എന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നീട് നിർഭയ എന്ന പേരിൽ ലോകം മൊത്തം അറിയാൻ തുടങ്ങി. അത്രത്തോളം ഉണ്ട് ആ ഒരു കേസിന്റെ വഴി. സുഹൃത്തിനൊപ്പം യാത്ര ചെയ്ത പെൺകുട്ടി പിന്നീട് ബസ്സിലുണ്ടായിരുന്ന 6 പേരാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഒരു മോട്ടീവും ഇല്ലാതെയാണ് ഒരു പെൺകുട്ടീനെ അന്ന് രാത്രി ആ ദുഷ്ടന്മാരെ അങ്ങനെ ചെയ്തത്. വെറും പെൺകുട്ടി എന്നൊരൊറ്റ കൺസേൺ കൊണ്ട് മാത്രം ബസ് ഡ്രൈവർ ഉൾപ്പെടെ ബാക്കി 5 പേരും മനഃപൂർവ്വം വേറെ ഒരു പാസഞ്ചേഴ്സിനെയും അന്നത്തെ ദിവസം ആ ബസ്സിൽ കയറ്റാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. 30 വയസ്സായ റാം സിംഗ് അയാളാണ് ബസ്സിന്റെ ഡ്രൈവർ. പിന്നെ തൻ്റെ സഹോദരനായിട്ടുള്ള മുകേഷ് സിംഗ് 26 വയസ്സ്. വിനയ് ശർമ്മ അയാളൊരു അസിസ്റ്റന്റ് ജിം ട്രെയിനറാണ്. പുള്ളിയുടെ വയസ്സന്ന് വെറും 20 വയസ്സാണ്. പവൻ ഗുപ്ത ആളൊരു ഫ്രൂട്ട് സെല്ലറാണ്. വയസ്സ് 19. അക്ഷയ് താക്കൂർ 28 വയസ്സാണ്. ഡൽഹിയിൽ ജോലി അന്വേഷിച്ചു വന്നിരുന്ന പയ്യനാണ്. പിന്നെ അണ്ടർ 18 ഒരു ചെക്കനും കൂടിയാണ്. വെറും 17 വയസ്സ്. അന്ന് അവൻ്റെ മുഖം ഒന്നും പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ പേര് മുഹമ്മദ് അഫ്രോസ് എന്നാണ്. ഈ 6 പേരാണ് ആ 23 വയസ്സുകാരിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടേയാക്കിയത്. ലോകം മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇന്ത്യയിൽ ആകെപ്പാടെ ആ ഒരു വിധിക്ക് അല്ലെങ്കിൽ ആ നിർഭയ കേസിന് ശേഷം മൊത്തത്തിൽ തലതിരിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അന്ന് രാത്രി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അടുത്തുള്ള എല്ലാവരും പോലീസിൽ ഇൻഫോം ചെയ്ത് ആ കൊച്ചിനെ അടുത്തുള്ള ഡൽഹി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഡൽഹിയിലത്തെ ചികിത്സ കൊണ്ട് കാര്യമായിട്ട് ഒരു എഫക്റ്റും പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരിനെ സിംഗപ്പൂരിലേക്ക് മാറ്റി. ഒരു ഡിസംബർ 27-നായിരുന്നു സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ഫ്ലൈറ്റിൽ ആളെ കയറ്റും കൊണ്ടൊക്കെ ചെയ്തത്. ഒരു 6 മണിക്കൂറിൻ്റെ ട്രാവലൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റ് ഒക്കെ സംഭവിച്ചതുകൊണ്ട് 29 ഡിസംബർ 29-ന് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ആ കുട്ടി ഫ്ലൈറ്റിൽ തന്നെ മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പിന്നീട് പുറത്ത് വന്നിരുന്നത്. ഇതിൽ ഈ പ്രതികളായിട്ടുള്ള ബസ് ഡ്രൈവറായ റാം സിംഗ് 2013-ൽ ജയിലിൻ്റെ ഉള്ളിൽ ആത്മഹത്യ ചെയ്തു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആ പയ്യൻ 17 വയസ്സുള്ള ആ ഒരു പയ്യൻ ജുവൈനൽ ഹോമിൽ ആളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാറ്റിയതിന് ശേഷം ഒരു 5 വർഷത്തിൻ്റെ ശിക്ഷ കാലാവധി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി 4 പേര് 2020 മാർച്ച് 20-ന് ബീഹാർ ജയിലിൽ തൂക്കിലാക്കി കൊന്നു. എനിക്കിതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്ത പയ്യനെ ജുവൈനൽ ഹോമിലാക്കി 5 വർഷത്തിന് ശേഷം പുറത്തിറക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 വർഷം കഴിഞ്ഞിട്ട് സ്പോട്ട് ലൈൻ അവനെയും കൂടി കൊന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയായിരുന്നു. നിർഭയയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ബല്ലിയ എന്ന് പറഞ്ഞുള്ള ഒരു ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. അമ്മ ഇപ്പോൾ ലൈവിൽ സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കുകയാണ്. അച്ഛൻ ആ സമയത്ത് എയർപോർട്ടിൽ ലഗേജ് കാരിയറായിട്ട് നിന്നുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. താഴെയുള്ളത് 2 അനിയന്മാർ. മൂത്ത പെൺകുട്ടിയാണ് നിർഭയ. ഈ അനിയന്മാരിൽ ഒരാൾ ഇപ്പോൾ ഇൻഡിഗോ എയർലൈനിൽ കൊമേഴ്ഷ്യൽ പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആ സമയത്ത് അവർ രണ്ടും ഭയങ്കര കുഞ്ഞു കുട്ടികളാണ്. ഏകദേശം 14 വർഷം പിന്നിട്ടിട്ടും നിർഭയ കൊലക്കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കൊരു ആദ്യമാണ് മനസ്സിൻ്റെ ഉള്ളിൽ. അത്രത്തോളം മാറ്റിമറിച്ചൊരു ഇതാണ്. ഇതേപോലത്തെ കുറച്ച് ക്രൈമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കാണാൻ ഈ പേജിനെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലും കൂടി അമർത്തിപ്പൊട്ടിക്കുക.